നമസ്കാരം. ഓംലെറ്റ് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ഞാനിന്ന് വ്യത്യസ്തമായ രീതിയിൽ 2 സാൻഡ്വിച്ച് ബ്രെഡ് ഓംലെറ്റുകളാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. അതിനായി ഒരു ബ്രെഡ്, ഒരു മുട്ട, ക്യാരറ്റ് 1 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞത്, കാബേജ് 1 ടേബിൾ സ്പൂൺ ചെറുതാക്കി അരിഞ്ഞത്, സബോള 1.5 ടേബിൾ സ്പൂൺ ചെറുതാക്കി അരിഞ്ഞത്, കുരുമുളക് പൊടി 1/2 സ്പൂൺ, പച്ചമുളക് 1 ഉപ്പ് പാകത്തിന്. ഇനി എങ്ങനെയാണ് പാചകം ചെയ്യണമെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഗോതമ്പിൻ്റെ ബ്രെഡാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഏത് ബ്രെഡായാലും കുഴപ്പമില്ല, ഞാനിന്ന് ഗോതമ്പിൻ്റെ ബ്രെഡ് യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. ഇനി നമുക്കിത് ഇതിൻ്റെ ഉള്ളിലത്തെ, അതായത് ഈ ബ്രെഡിൻ്റെ ഉൾവശം മാത്രം കട്ട് ചെയ്തെടുക്കണം. ആ പുറം വശമാണ് നമുക്ക് വേണ്ടത്. ഉൾവശം ആവശ്യമുണ്ട്, പക്ഷേ ഉൾവശം നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. നമുക്കത് ഒരു കത്തി വെച്ചിട്ട് മെല്ലെ കട്ട് ചെയ്ത് മാറ്റാം. ഉൾവശം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു ബൗളിലേക്ക് ഒരു മുട്ട ഉടച്ചൊഴിക്കാം. മുട്ട നന്നായിട്ട് അടിച്ച് പതപ്പിക്കണം. നല്ല പതഞ്ഞ് നന്നായിട്ടായെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിക്കാം. മുട്ട അങ്ങനെ അടിച്ച് പതപ്പിച്ച് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ പതച്ച് ആക്കിയതാണ് ഇതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. അതിന് ശേഷം നമുക്കിതിലേക്ക് ക്യാരറ്റ്, സബോള, കുരുമുളക് പൊടി, പച്ചമുളക്, കാബേജ് ഇതെല്ലാം ആഡ് ചെയ്യാം. ഞാനിതിലേക്ക് എക്സ്ട്രാ സെലറിയും സ്പ്രിംഗ് ഓണിയനും ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, നിർബന്ധമില്ല. ഇത് രണ്ടും ടേസ്റ്റ് കൂട്ടും, എങ്കിലും ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഞാനിത് ആഡ് ചെയ്യുന്നത്. ഞാനല്ലെങ്കിൽ ഇതിന് പകരം മല്ലിയിലയാണ് ആഡ് ചെയ്യാറ്. മല്ലിയിലയും നിർബന്ധമില്ല, ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇതിന് നല്ല ടേസ്റ്റാണ്. മല്ലിയില ഉള്ളവർക്ക് മല്ലിയില ആഡ് ചെയ്യാം. ഇനി നമുക്കതിലേക്ക് 1/4 സ്പൂൺ ഉപ്പ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ബ്രെഡ് കട്ട് ചെയ്ത് മാറ്റി വെച്ചത് ചെറുതാക്കിയിട്ട് ഇതിലേക്ക് പൊടിച്ചിടാം. അത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് എങ്ങനെ വേണമെങ്കിൽ പൊടിച്ചിടാം. കൈകൊണ്ട് പിച്ചിടുക, അല്ലെങ്കിൽ കത്രിക വെച്ചോ കത്തി വെച്ചോ ചെയ്യാം. അതിനുശേഷം നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് എല്ലാതും മിക്സ് ആവണം. ബ്രെഡെല്ലാം അലിഞ്ഞു ചേരുന്ന വരയ്ക്ക് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് റെഡിയായി. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ച ബ്രെഡിൻ്റെ പുറം ഭാഗം ആഡ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് അതിലേക്ക് മുട്ടയുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്യണം. അതായത് അത് ഈ ബ്രെഡിൻ്റെ പുറം വശം ഒത്തിരി അകത്തിയതിന് ശേഷം അതിലേക്ക് കുറേശ്ശെ സ്പൂൺ കൊണ്ട് ഒഴിച്ച് നമ്മൾ അമർത്തി ആക്കി കൊടുക്കണം. അല്ലെങ്കിൽ നമുക്കത് മറിച്ചിടുന്ന സമയത്ത് പൊട്ടിപ്പോരും. ഇതിങ്ങനെ കുറേശ്ശെ ആക്കി അമർത്തി ഫില്ല് ചെയ്ത് വരുമ്പോൾ അത് കറക്റ്റായിട്ട് ഒരു ബ്രെഡ് പോലെ തന്നെയായിട്ട് നമുക്ക് കിട്ടും. ഇനി ഇതിൽ സൺഫ്ലവർ ഓയിലിന് പകരം നിങ്ങൾക്ക് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ ആഡ് ചെയ്യാവുന്നതാണ്. ഞാൻ പക്ഷേ ഇതിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ ഫില്ലിങ് കറക്റ്റ് ആവാണ്ട് ഞാൻ മറിച്ചിടുമ്പോൾ അത് ആകെ പൊട്ടിയതായി. പിന്നീട് ഞാൻ 2-3 പ്രാവശ്യം ട്രൈ ചെയ്ത് അത് മനസ്സിലാക്കിയതിന് ശേഷമാണ് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയത്. ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവരുതെന്ന് വിചാരിച്ചാണ് ഞാൻ ഇത് എടുത്തെടുത്ത് പറയണത്. നിങ്ങൾ അങ്ങനെ എപ്പോഴും ഇങ്ങനെ കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും, ക്ഷമിക്കണം. ഇനി ഇത് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സിമ്മിലിട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് അടിവശം കരിയും, ഉൾവശം വേവില്ല. അതുകൊണ്ട് തീ കുറയ്ക്കുന്ന കാര്യം മറക്കരുത്. നമുക്കിതൊന്ന് മറച്ചിടാം. അങ്ങനെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ആദ്യത്തെ സാൻഡ്വിച്ച് ബ്രെഡ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ട്രൈ ചെയ്യണം. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, അതുപോലെ വളരെ ടേസ്റ്റാണ്. ഇനി നമുക്ക് അടുത്ത ഓംലെറ്റിനായിട്ട് ബ്രെഡ് 4 എണ്ണം
മുട്ട 2 എണ്ണം, സബോള 1 എണ്ണം, കറിവേപ്പില ആവശ്യത്തിന്, പച്ചമുളക് 2 എണ്ണം, മുളക് പൊടി 1 സ്പൂൺ, കുരുമുളക് പൊടി 1 സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, ഇതെല്ലാം എടുത്തു വയ്ക്കാം. ഒരു ബൗളിലേക്ക് മുട്ട ഉടച്ചൊഴിക്കാം. മുന്നത്തെ ഓംലെറ്റിൽ ചെയ്ത പോലെ തന്നെ നന്നായിട്ട് പതപ്പിച്ച് അടിക്കണം. മുട്ട അങ്ങനെ അടിച്ച് പതപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതേപോലെ തന്നെ പതപ്പിക്കണം. ഇനി നമുക്കിതിലേക്ക് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ആദ്യം തന്നെ നമുക്കിതിലേക്ക് ഒരു സബോള, അതായത് ഒരു സബോള ചെറുതാക്കി കൊത്തിയരിഞ്ഞതാണ്, അത് ആഡ് ചെയ്യാം. അതിനുശേഷം 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കുരുമുളക് പൊടി 1 സ്പൂൺ, മല്ലിയില ആവശ്യത്തിന്, മുളക് പൊടി 1 സ്പൂൺ, ഉപ്പ് 1 സ്പൂൺ. ഇനി ഞാനിതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ കറിവേപ്പിലയും ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഞാനത് സ്ഥിരം ചെയ്യണതാണ്. ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് ഞാനിതിലേക്ക് ഇടുന്നത്, അതുപോലെ കറിവേപ്പിലയും. ഇനി നമുക്കിത് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് ഞാൻ സ്വല്പം നെയ്യാണ് ആഡ് ചെയ്യണത്. നിങ്ങൾക്ക് ബട്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും എണ്ണകളോ ആഡ് ചെയ്യാവുന്നതാണ്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അതിനുശേഷം നമുക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന 4 ബ്രെഡുകളും ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഒരു പുറം മാത്രം ചൂടാക്കിയെടുത്താൽ മതി. നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കിയ പോലെ ഒരു വശം നമ്മൾ ചൂടാക്കിയെടുത്തതിന് ശേഷം അത് മുട്ടയിലേക്ക് വെക്കാനുള്ളതാണ്. ബ്രെഡ് അങ്ങനെ ഓരോ വശവും ചൂടാക്കിയെടുത്തു. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ വെച്ച് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ടുള്ള മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ മുട്ടയൊക്കെ പൊരിച്ചെടുക്കണ പോലെ തന്നെയാണ് ഇത് ആക്കേണ്ടത്. പക്ഷേ നമ്മൾ ഒരു സൈഡ് മാത്രമാണ് ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ. മറ്റേ സൈഡിലേക്ക് നമ്മൾ ബ്രെഡ് വെച്ചാണ് ഫ്രൈ ചെയ്യണത്. എപ്പോഴും തീ കുറച്ചിടാൻ മറക്കരുത്. പാനിൻ്റെ എല്ലാ സൈഡിലേക്കും മുട്ടയുടെ ബാറ്റർ അങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 1 സെക്കൻഡ് നേരം വെയിറ്റ് ചെയ്യാം. മുട്ടയൊക്കെ പൊരിക്കുന്ന സമയത്ത് അത് മറച്ചിടുന്ന ഒരു സമയം നമുക്കറിയാമല്ലോ. ആ സമയമാവുന്ന സമയത്ത് നമ്മളിത് മറച്ചിടരുത്. അതിന് പകരം നമ്മൾ ബ്രെഡ് ഒരു സൈഡ് ചൂടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ ചൂടാക്കി വെച്ചിരിക്കുന്ന ഭാഗം ഈ മുട്ടയുടെ മേലേക്ക് വെച്ച് കൊടുക്കണം. അതായത് 2 വശത്ത്, ഒരു വശത്താണ് നമ്മൾ ബ്രെഡ് ചൂടാക്കിയിരുന്നത്, ആ ചൂടാക്കിയ വശം മുട്ടയുടെ മേലെ ആവണ രീതിയിൽ 2 എണ്ണം. ഇപ്പോൾ വലിയ ഒരു പാത്രമാണ് നിങ്ങൾ എടുത്തിരിക്കണമെങ്കിൽ 4 ബ്രെഡ് കൊള്ളുവെച്ചാൽ അങ്ങനെ ചെയ്യാം. ഇതിലെനിക്ക് 2 ബ്രെഡേ കൊള്ളുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ 2 ബ്രെഡ് ആക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മറച്ചിടാം. മറച്ചിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ബ്രെഡ് അടിവശത്ത് വരണം, മുട്ട മേലെ വരണം. ഇനി നമുക്ക് മുട്ട ഉള്ളിലായിട്ട് ബ്രെഡ് 2ഉം പുറമേ വരണം. അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മടക്കണം. സൂക്ഷിച്ച് ചെയ്യണം, കയ്യ് പൊള്ളും. എനിക്കിതേപോലെ പണി കിട്ടിയിട്ടുള്ളതാണ്. ഞാൻ അത്ര എക്സ്പെർട്ടും ഒന്നുമല്ല, എങ്കിലും ഞാൻ ചെയ്ത് ഇത് ശീലിച്ചതാണ്. ഇനി ഇത് 2 സൈഡും നമുക്ക് മറച്ചിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. അങ്ങനെ 2ാമത്തെ ബ്രെഡ് ഓംലേറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. അങ്ങനെ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ടേസ്റ്റിയായ സാൻഡ്വിച്ച് ബ്രെഡ് ഓംലേറ്റുകൾ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ഐഡിയിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.